ലേണേഴ്സ് എഡ്യൂസോണിൻ്റെ എല്ലാ വീഡിയോസും ഇപ്പോൾ PDF ആയി അവൈലബിൾ ആണ്. PDF ആവശ്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് നോക്കാം. ജമ്മു കാശ്മീരിൽ വർദ്ധിച്ചുവരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ സർവശക്തി. ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷനാണ്. എന്തിനാണ്? ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ സർവശക്തി. ജമ്മു കാശ്മീരിൽ വർദ്ധിച്ചുവരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ സർവശക്തി. മലേഷ്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ ഫൈനലിൽ എത്തിയ ഇന്ത്യൻ സഖ്യം. സായിരാജ് ആൻഡ് ചിരാഗ് ഷെട്ടി സഖ്യമാണ് മലേഷ്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ ഫൈനലിലെത്തിയ ഇന്ത്യൻ സഖ്യം. 2023-24 കൂച്ച് ബെഹാർ ട്രോഫി ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കൾ കർണാടകയാണ്. ഇതൊരു ക്രിക്കറ്റ് ട്രോഫിയാണ്, ഒരു ക്രിക്കറ്റ് മത്സരമാണ്. കൂച്ച് ബെഹാർ അണ്ടർ-19 ക്രിക്കറ്റ് മത്സരമാണ് കൂച്ച് ബെഹാർ ട്രോഫി. ഈ കൂച്ച് ബെഹാർ എന്നത് ഒരു മഹാരാജാവിൻ്റെ കുടുംബമാണ് കൂച്ച് ബെഹാർ എന്നത്. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് NH66. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ് NH66. മുംബൈ ടു ഗോവയാണ്. സ്റ്റീൽ സ്ലാഗ് എന്ന് പറഞ്ഞാൽ സ്റ്റീൽ വ്യവസായത്തിൽ നിന്ന് പിന്തള്ളുന്ന സ്റ്റീലിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള റോഡിനെയാണ് സ്റ്റീൽ സ്ലാഗ് റോഡ് എന്ന് പറയുന്നത്. അത് NH66 സ്റ്റീൽ സ്ലാഗ് യൂസ് ചെയ്ത് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. മുംബൈ ടു ഗോവ റൂട്ടാണ്. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ പാർക്ക് ആയത് ഏതാ? പെഞ്ച് ടൈഗർ റിസർവ് നാഗ്പൂർ. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ പാർക്ക് ആയത് പെഞ്ച് ടൈഗർ റിസർവ് നാഗ്പൂർ. പ്രഥമ ബീച്ച് ഗെയിംസ് 2024 ജേതാക്കൾ. പ്രഥമ ബീച്ച് ഗെയിംസ് ആണ്, അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രഥമ ബീച്ച് ഗെയിംസ് 2024 ജേതാക്കളായത് മധ്യപ്രദേശ്. ദിയു ആയിരുന്നു സ്ഥലം. ദിയുവിൽ വെച്ച് നടന്ന പ്രഥമ ബീച്ച് ഗെയിംസിൽ 1ാം സ്ഥാനം ലഭിച്ചത് മധ്യപ്രദേശിനായിരുന്നു. ഭാഗ്യചിഹ്നം പേൾ എന്ന ഡോൾഫിനാണ്. 2024 കരസേനാ ദിന പരേഡിൻ്റെ വേദി. 2024 കരസേനാ പരേഡിൻ്റെ വേദി ലക്നൗ. 2024 കരസേനാ പരേഡിൻ്റെ വേദി ലക്നൗ. 2022 രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായത് സുരേന്ദ്രൻ നായർ. 2022 രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായത് സുരേന്ദ്രൻ നായർ. അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭം സിഗറൈറ്റിസ് മേഘമലയൻസിസ് ചിത്രശലഭമാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭം. 2024 ബ്രിക്സിൻ്റെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം റഷ്യയാണ്. 2024 ബ്രിക്സിൻ്റെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം റഷ്യ. 15ാമത് അണ്ടർ-19 ലോകകപ്പ് 2024 വേദി ദക്ഷിണാഫ്രിക്ക. 15ാമത് അണ്ടർ-19 ലോകകപ്പ് 2024 വേദി ദക്ഷിണാഫ്രിക്ക. തേനീച്ച, കടന്നൽ എന്നിവയുടെ ആക്രമണത്താൽ വനത്തിനകത്ത് സംഭവിക്കുന്ന ജീവഹാനിക്ക് നൽകുന്ന നഷ്ടപരിഹാരത്തുക 10 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം. തേനീച്ച, കടന്നൽ എന്നിവയുടെ ആക്രമണത്താൽ വനത്തിനകത്ത് സംഭവിക്കുന്ന ജീവഹാനിക്ക് മാത്രമാണ് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരത്തുക നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് വിജയവാഡയിലാണ്. അംബേദ്കർ പ്രതിമ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് വിജയവാഡയിലാണ്. 206 അടിയാണ് അതിൻ്റെ നീളം. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് അംബേദ്കർ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. 206 അടി പൊക്കമാണ് അതിനുള്ളത്.
കേരളത്തിൽ ആദ്യമായി വികസിപ്പിച്ച AI പ്രോസസ്സർ. കേരളത്തിൽ ആദ്യമായി വികസിപ്പിച്ച AI പ്രോസസ്സറാണ് കൈരളി. കേരളത്തിൽ ആദ്യമായി വികസിപ്പിച്ച AI പ്രോസസ്സർ കൈരളി. ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിൻ ഹവിഷ്വർ. IIL ഹൈദരാബാദാണ് വികസിപ്പിച്ചത്. ഹവിഷ്വർ ഏത് രോഗത്തെയാണ്? ഹെപ്പറ്റൈറ്റിസ് എ എന്ന രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹവിഷ്വർ. ഇന്ത്യൻ ഇമ്മ്യൂണോ ലിമിറ്റഡ് ഹൈദരാബാദാണ് വികസിപ്പിച്ചത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹവിഷ്വർ. 2024 ജനുവരിയിൽ ചിലിയിലെ ഓജോസ് ഡെൽ സലാഡോ അഗ്നിപർവ്വതം. ചിലിയിലെ ഓജോസ് ഡെൽ സലാഡോ അഗ്നിപർവ്വതമാണിത്. അഗ്നിപർവ്വതം കീഴടക്കിയ മലയാളി ഷെയ്ഖ് ഹസൻ ഖാൻ. 2024 ജനുവരിയിൽ ചിലിയിലെ ഓജോസ് ഡെൽ സലാഡോ അഗ്നിപർവ്വതം കീഴടക്കിയ മലയാളി ഷെയ്ഖ് ഹസൻ ഖാൻ. 2024 ജനുവരിയിൽ സൊരയ്യ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഇറാൻ. 2024 ജനുവരിയിൽ സൊരയ്യ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഇറാൻ. വിങ്സ് ഇന്ത്യ 2024 അവാർഡിൽ ഈ വർഷത്തെ മികച്ച വിമാനത്താവളങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബാംഗ്ലൂരു ഡൽഹി വിമാനത്താവളം. വിങ്സ് ഇന്ത്യ 2024 അവാർഡിൽ വിങ്സ് ഇന്ത്യ ബെസ്റ്റ് വിമാനത്താവളങ്ങൾക്കുള്ള അവാർഡാണ് വിങ്സ് ഇന്ത്യ അവാർഡ്. വിങ്സ് ഇന്ത്യ 2024 അവാർഡിൽ ഈ വർഷത്തെ മികച്ച വിമാനത്താവളങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബാംഗ്ലൂരു ഡൽഹി വിമാനത്താവളങ്ങൾ. IUCN റെഡ് ലിസ്റ്റിൽ ദുർബല വിഭാഗത്തിൽ അടുത്തിടെ ഉൾപ്പെട്ട ജീവി ഹിമാലയൻ ചെന്നായ. IUCN റെഡ് ലിസ്റ്റിൽ ദുർബല വിഭാഗത്തിൽ അടുത്തിടെ ഉൾപ്പെട്ട ജീവി ഹിമാലയൻ ചെന്നായ. 2024 ഗ്രാൻഡ് പിക്സ് ഡി ഫ്രാൻസിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഗുസ്തി താരം രവികുമാർ ദഹിയ. വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഗുസ്തി താരം രവികുമാർ ദഹിയ. 2024 ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം. ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പാണ് സ്വർണം നേടിയ ഇന്ത്യൻ താരം മാൻസിംഗ്. 2024 ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം മാൻസിംഗ്. ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ 2024 പുരുഷ സിംഗിൾസ് ഷി യുങ് കി. പുരുഷ സിംഗിൾസിൽ വിജയിച്ചത് ഷി യു കിയാണ്. പുരുഷ സിംഗിൾസ് ഷി യു കി. വനിതാ സിംഗിൾസ് തായ് സ്യൂ യിങ് ആണ്. ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ 2024 പുരുഷ സിംഗിൾസ് ഷി യു കി. വനിതാ സിംഗിൾസ് തായ് സ്യൂ യിങ്. 2023 മികച്ച ക്രിക്കറ്റർക്കുള്ള BCCI ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായത് ശുഭ്മാൻ ഗിൽ. 2023 മികച്ച ക്രിക്കറ്റർക്കുള്ള BCCI ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായത് ശുഭ്മാൻ ഗിൽ. അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം സസ്യം ആൻഡ്രോഗ്രാഫിസ് തെനിയൻസിസ് പുതിയ ഇനം സസ്യമാണ്. പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യം ആൻഡ്രോഗ്രാഫിസ് തെനിയൻസിസ്. 2024 ഇന്ത്യയും ഫ്രാൻസും UAEയും ചേർന്ന് അറബിക്കടലിനു മുകളിൽ നടത്തിയ വ്യോമാഭ്യാസം ഡെസേർട്ട് നൈറ്റ്. അറബിക്കടലിനു മുകളിൽ ആരെല്ലാം ചേർന്നാണ്? ഇന്ത്യയും ഫ്രാൻസും UAEയും ചേർന്ന് അറബിക്കടലിനു മുകളിൽ നടത്തിയ വ്യോമാഭ്യാസം ഡെസേർട്ട് നൈറ്റ്.
പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 1 കോടി വീടുകൾ സോളാർ റൂഫ് ടോപ്പ് ആക്കുന്ന പദ്ധതി. 1 കോടി വീടുകൾ സോളാർ റൂഫ് ടോപ്പ് ആക്കുന്ന പദ്ധതി. പ്രധാനമന്ത്രി സൂര്യോദയ യോജന. പ്രധാനമന്ത്രി സൂര്യോദയ യോജന. വികലാംഗർക്ക് എളുപ്പത്തിൽ വോട്ട് ചെയ്യാനും പോളിംഗ് സ്റ്റേഷനുകളിൽ സൗകര്യങ്ങൾ ലഭിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പ് സാക്ഷ്യം ആപ്പ്. സാക്ഷ്യം ആപ്പ് വികലാംഗർക്ക് എളുപ്പത്തിൽ വോട്ട് ചെയ്യാനും പോളിംഗ് സ്റ്റേഷനുകളിൽ സൗകര്യങ്ങൾ ലഭിക്കാനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പ് സാക്ഷ്യം ആപ്പ്. ലോകത്തിൽ ആദ്യമായി CNG ബൈക്ക് നിർമ്മിക്കുന്ന കമ്പനി ബജാജ്. ലോകത്ത് ആദ്യമായി CNG ബൈക്ക് നിർമ്മിക്കുന്ന കമ്പനി ബജാജ്. 2024 G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലി. 2024 G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലി. 2024 കേരള കലാമണ്ഡലം പുരുഷന്മാർക്കും പഠിക്കാനുള്ള അനുമതി നൽകിയ കലാരൂപം. പുരുഷന്മാർക്കും പഠിക്കാനുള്ള അനുമതി നൽകിയ കലാരൂപമാണ് മോഹിനിയാട്ടം. സ്ത്രീകൾക്ക് മാത്രമായിരുന്നു മോഹിനിയാട്ടം ഇതുവരെ പഠിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പുരുഷന്മാർക്കും അനുമതി നൽകിയിരിക്കുകയാണ്. മോഹിനിയാട്ടം പഠിക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ്. 2024 കേരള കലാമണ്ഡലം പുരുഷന്മാർക്കും പഠിക്കാനുള്ള അനുമതി നൽകിയ കലാരൂപം മോഹിനിയാട്ടം. വോട്ട് ചെയ്യാൻ അർഹതയുള്ള എല്ലാ കോളേജ് വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ രാജ്യത്തെ ആദ്യ ജില്ല കണ്ണൂർ. വോട്ട് ചെയ്യാൻ അർഹതയുള്ള എല്ലാ കോളേജ് വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ രാജ്യത്തെ ആദ്യ ജില്ല കണ്ണൂർ. 2024 FIH അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനായ ഇന്ത്യൻ ഹോക്കി താരം. FIH അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനായ ഇന്ത്യൻ ഹോക്കി താരം PR ശ്രീജേഷ്. FIH അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനായ ഇന്ത്യൻ ഹോക്കി താരം PR ശ്രീജേഷ്. ഹുറൂൺ ഗ്ലോബൽ റിച്ച് ലിസ്റ്റ് 2024 ഒന്നാം സ്ഥാനത്തുള്ളത് ഇലോൺ മസ്ക്. ഹുറൂൺ ഗ്ലോബൽ റിച്ച് ലിസ്റ്റ് 2024 റിച്ച് ലിസ്റ്റ് 2024 ഒന്നാം സ്ഥാനത്തുള്ളത് ഇലോൺ മാസ്ക്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ ദിവസ വേതനം 346 രൂപ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ ദിവസ വേതനം 346 രൂപയാണ്. പുതുക്കിയ ദിവസ വേതനം മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പ്രകാരം കേരളത്തിലെ വേതനം 346 രൂപയാണ്. 2024 ആബേൽ പുരസ്കാരം നേടിയത് മൈക്കിൾ ടെലഗ്രാൻഡ്. ആബേൽ പുരസ്കാരം നേടിയത് മൈക്കിൾ ടെലഗ്രാൻഡ്. അടുത്തിടെ കാട്ടുതീ ബാധിച്ച എദൂർ നഗരം എന്ന വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തെലങ്കാനയിലാണ്. 2024 വനിതാ ഏഷ്യ കപ്പ് വേദി ശ്രീലങ്ക. 2024 വനിതാ ഏഷ്യ കപ്പ് വേദി ശ്രീലങ്ക. അടുത്തത് പത്മ പുരസ്കാരങ്ങളാണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പത്മ പുരസ്കാരങ്ങൾ വിന്നേഴ്സ് എജു സോൺ എന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ കിട്ടുന്നതാണ്. 2024 വനിതാ ഏഷ്യ കപ്പ് വേദി ശ്രീലങ്ക. മുൻ ഹോക്കി താരം PR ശാരദയുടെ ആത്മകഥ ഫോർവേഡ്. ഇന്ത്യയുടെ യുവശക്തിയെ ശാക്തീകരിക്കുന്നതിനായി തയ്യാറാക്കിയ കൗശൽ ഭവൻ ഉദ്ഘാടനം ചെയ്തത് ദ്രൗപദി മുർമു. ഇന്ത്യയുടെ യുവശക്തിയെ ശാക്തീകരിക്കുന്നതിനായി തയ്യാറാക്കിയ കൗശൽ ഭവൻ ഉദ്ഘാടനം ചെയ്തത് ദ്രൗപദി മുർമു. നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കിയ ആദ്യ രാജ്യം USA. നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കിയ ആദ്യ രാജ്യം USA. ഇന്ത്യൻ ആർമിയുടെ ആദ്യ വനിതാ സുബൈദാർ പ്രീതി രജക്. ഇന്ത്യൻ ആർമിയുടെ ആദ്യ വനിതാ സുബൈദാർ പ്രീതി രജക്. മയക്കുമരുന്ന് കടത്ത്, സംഭരണം, വിൽപ്പന എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ കണ്ടെത്താൻ പോലീസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഡി ഹണ്ട്. മയക്കുമരുന്ന് കടത്ത്, സംഭരണം, വിൽപ്പന എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ കണ്ടെത്താൻ പോലീസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഡി ഹണ്ട്.
2024 കലിംഗ സൂപ്പർ കപ്പ് ജേതാക്കൾ ഈസ്റ്റ് ബംഗാൾ. റണ്ണറപ്പ് ഒഡീഷ. ഒഡീഷ FC ആണ് റണ്ണറപ്പ്. വേദി ഒഡീഷയായിരുന്നു. ഒഡീഷയിലെ ഭുവനേശ്വർ ആയിരുന്നു വേദി. 2024 കലിംഗ സൂപ്പർ കപ്പ് ജേതാക്കൾ ഈസ്റ്റ് ബംഗാൾ. കലിംഗ സൂപ്പർ കപ്പ് ജേതാക്കളാണ് ഈസ്റ്റ് ബംഗാൾ. സംസ്ഥാനത്ത് ആദ്യമായി വനം വകുപ്പ് നിർമ്മിക്കുന്ന തുളസി വനം സ്ഥിതി ചെയ്യുന്നത് കോന്നി. KM മാണിയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ. KM മാണിയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ. ഇടുക്കിയിലെ കുളമാവ് മേഖലയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഓന്ത്. വടക്കൻ കങ്കാരു ഓന്ത്. ഇടുക്കിയിലെ കുളമാവ് മേഖലയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഓന്ത് വടക്കൻ കങ്കാരു ഓന്ത്. ഇടുക്കിയിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. തുടർച്ചയായി 6 തവണ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. തുടർച്ചയായി 6 തവണ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ആദ്യ ധനമന്ത്രി മൊറാർജി ദേശായി. മെച്ചപ്പെട്ട കാലാവസ്ഥാ നിരീക്ഷണങ്ങൾക്കും കരസമുദ്ര ഉപരിതലങ്ങൾ നിരീക്ഷിക്കുന്നതിനും വേണ്ടി ISRO രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹം ഇൻസാറ്റ് 3DS. മെച്ചപ്പെട്ട കാലാവസ്ഥാ നിരീക്ഷണത്തിനും കരസമുദ്ര ഉപരിതലങ്ങൾ നിരീക്ഷിക്കുന്നതിനും വേണ്ടി ISRO രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹം ഇൻസാറ്റ് 3DS. ട്രായ്യുടെ പുതിയ ചെയർമാൻ അനിൽകുമാർ ലഹോട്ടി. കേരളം തമിഴ്നാട് തീരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഈലുകളാണ് അരിയോസോമ കണ്ണാണി, അരിയോസോമ കണ്ണാണി ആൻഡ് അരിയോസോമ ഗ്രാസൈൽ. കണ്ടെത്തിയത് എവിടെ നിന്ന്? കേരളം തമിഴ്നാട് തീരങ്ങളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഈലുകളാണ് അരിയോസോമ കണ്ണാണി, അരിയോസോമ ഗ്രാസൈൽ. ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം ഷീൻ ഇ ഇഷി ആണ് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം. റോഡ് സുരക്ഷയ്ക്കായി സഡക് സുരക്ഷാ സേന രൂപീകരിക്കുന്ന സംസ്ഥാനം പഞ്ചാബ്. റോഡ് സുരക്ഷയ്ക്കായി സഡക് സുരക്ഷാ സേന രൂപീകരിക്കുന്ന സംസ്ഥാനം പഞ്ചാബ്.